ഒരു കുട്ടി കഥ കേട്ടാലോ? കഥയുടെ പേര് ഉപദേശത്തിൽ വീണാൽ. ഒരു യുവാവ് ഒരു സാമ്പ്രാണിത്തിരി കട തുടങ്ങി. താൻ തുടങ്ങിയ കടയുടെ മുൻപിൽ യുവാവ് ബോർഡ് തൂക്കി, സാമ്പ്രാണിത്തിരികൾ ഇവിടെ ലഭിക്കും. കച്ചവടം പെട്ടെന്ന് വളർന്നു. അതിനിടയിൽ കടയിൽ വന്ന ഒരാൾ പറഞ്ഞു, ബോർഡിൽ എന്തിനാണ് സാമ്പ്രാണി എന്ന് എഴുതിയിരിക്കുന്നത്? മണം കിട്ടുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാകും ഇത് സാധാരണ തിരിയല്ലെന്ന്. അതിൽ ശരിയുണ്ടെന്ന് തോന്നിയ യുവാവ് ബോർഡ് തിരുത്തി, തിരികൾ ഇവിടെ ലഭിക്കും എന്നാക്കി മാറ്റി. പിറ്റേന്ന് മറ്റൊരാൾ ചോദിച്ചു, എന്തിനാണ് ഇവിടെ എന്ന് എഴുതിയിരിക്കുന്നത്? അയാൾ വീണ്ടും തിരുത്തി, തിരികൾ ലഭിക്കുമെന്നാക്കി. അടുത്തയാൾ പറഞ്ഞു, ലഭിക്കും എന്നതിന്റെ ആവശ്യമില്ല, അത് കാണുന്നവർക്ക് മനസ്സിലാകുമല്ലോ. പിന്നീടെത്തിയ ആൾ പറഞ്ഞു, കട കാണുമ്പോഴേ തിരിക്കട ആണെന്ന് അറിയാം, പിന്നെന്തിനാണ് തിരികൾ എന്ന് എഴുതിയിരിക്കുന്നത്? യുവാവ് ബോർഡ് എടുത്തു മാറ്റി. കച്ചവടം തകർന്നു. കടയിൽ വന്ന സഹപാഠിയോട് ദുരവസ്ഥ പറഞ്ഞപ്പോൾ അയാൾ ചോദിച്ചു, ഇത്രയും വലിയ കട തുടങ്ങിയിട്ട് ഒരു ബോർഡ് സ്ഥാപിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലേ? കുഞ്ഞുങ്ങളെ, ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഉപദേശിക്കാൻ എല്ലാവർക്കും അറിയാം. അറിവും അനുഭവമുള്ളവർക്ക് മാത്രമേ യഥാർത്ഥ ഉപദേശകരാകാൻ കഴിയൂ. വഴിപോക്കരെല്ലാം വഴികാട്ടികളല്ല. അഭിപ്രായങ്ങൾ മാത്രമായി മാറ്റി നിർത്തേണ്ടവയ്ക്ക് അമിത പ്രാധാന്യം നൽകിയാൽ അടിവേരിളകും. എല്ലാ നിർദ്ദേശങ്ങളും സ്വീകരിക്കേണ്ടവയല്ല. മറ്റുള്ളവരുടെ വാക്കുകൾ മുഖവിലക്കെടുക്കുന്നതിന് മുൻപ് ചില ചോദ്യങ്ങൾ സ്വയം ചോദിക്കാൻ നമുക്കാകണം. താങ്ക് യു.